ഈ ഡിബേറ്റ് മറ്റു കാര്യങ്ങൾ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നും അച്ഛൻ കട്ടൻ ഡ്രൈ ആയിട്ടാണ് എല്ലാം പറയുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയോ? അച്ഛൻ എന്താണ് സൊസൈറ്റിയിൽ ചെയ്യുന്നത്? അച്ഛന്റെ റോൾ എന്താണ് സൊസൈറ്റിയിൽ? അച്ഛ ബേസിക്കലി സൊസൈറ്റിയില് ശരിയുള്ള എന്താണോ അത് ജനങ്ങൾക്ക് അല്ലെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കും, തെറ്റ് എന്തോ ആണെന്ന് പറഞ്ഞു കൊടുക്കും. ബിക്കോസ് കുറെ പേർക്കാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കത്തില്ലേ, ഇങ്ങനെ ചെയ്താൽ ശരിയായിരിക്കും, പക്ഷെ സത്യത്തിൽ അത് ശരിയല്ലായിരിക്കും. അപ്പൊ അച്ഛൻ അത് മനസ്സിലാവും. അപ്പൊ അച്ഛൻ അത് നോക്കിയിട്ട് അത് അച്ഛന് മനസ്സിലാവുമ്പോ അച്ഛൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ മനുഷ്യർ പറയുന്നത് ശരിയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അതാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു പ്രായമല്ലല്ലോ, യു ഗോയിങ് ടു ബി ഗെറ്റ് ഓൾഡ് അല്ലേ? അപ്പൊ ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും അച്ഛന്റെ പാത പിന്തുടരാനാണ് മോക്ക് ഇഷ്ടം? അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൻഡ് യു ആർ റെഡി ടു ഫേസ് എനി കോൺസിക്വൻസസ്? യെസ്. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കാം അല്ലെ കൊച്ചിന്? ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്ന അറ്റ് ദ ഏജ് ഓഫ് 11 ഇത്രയും ചിന്തിക്കാനുള്ള ഒരു വകതിരിവ് നമുക്ക് അറ്റ്ലീസ്റ്റ് വേണം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നാട്ടിലുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറയില്ലേ, കുഞ്ഞുങ്ങളെ പോലെ ഇത്രയെങ്കിലും ചിന്തിക്കാൻ, അത് പിന്നെ ബുദ്ധിയുള്ള ഒരു അച്ഛനും അമ്മയൊക്കെ ആയതുകൊണ്ടാ. പക്ഷെ നമുക്കൊന്നും ബുദ്ധി ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുകയല്ല. പക്ഷെ എന്നാലും ആ ഒരു ബേസ് കോമൺ സെൻസ് വെച്ച് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. പക്ഷെ ഒരു കാര്യം ചോദിക്കണം ശ്രീജ സാറിന്. ഇപ്പൊ ഞാൻ ബുദ്ധിയുടെ കാര്യം ചോദിച്ചപ്പോഴാ പറഞ്ഞേ, ഇപ്പൊ സാറിന് ഒരു ഡിബേറ്റിന് വിളിക്കുമ്പോ വിത്തിൻ അവേഴ്സ് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഹാഫ് ഡേ ആയാലും കൂടി സർ വാട്ട് ദ ഡിബേറ്റ് ദ മാറ്റർ ഇസ്, സർ വെരി നല്ലതായിട്ട് പ്രിപ്പയർഡ് ആണ് അല്ലെ? 4 sided സർ പ്രിപ്പയർഡ് ആണ്. ഏത് വഴി എങ്ങനെ ആരോ വന്നാലും ഡിഫെൻഡ് ചെയ്യാൻ സർ റെഡിയാണ്. അത് എങ്ങനെ സർ സാധിക്കുന്നത്? ബുദ്ധിയാണെന്ന് അറിയാം, ട്രേഡ് സീക്രട്ട് ആണ്. പ്ലീസ് ഞങ്ങളെ പോലെ ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞു തരൂ. അല്ല, ഇത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു ബേസിക് സാധനമുണ്ട്. ആ സീക്രട്ട് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പല ആൾക്കാരും ചെയ്യുന്ന കാര്യം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ യു ആർ ഫോർ ഓർ അഗെയിൻസ്റ്റ് അല്ലേ? ഇപ്പം ഞാൻ അതിൽ 4 ആണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഈ 4ന്റെ പോയിന്റ് മുഴുവൻ പഠിക്കും അല്ലേ? എന്നിട്ട് ഈ അഗെയിൻസ്റ്റുകാരനെ തോപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഞാൻ ചെയ്യുന്ന ഒരു രീതി, ഇഫ് ഐ എം 4, എഗെയിൻസ്റ്റിന്റെ പോയിന്റ് ഞാൻ പഠിക്കും. അപ്പൊ ഇവൻ പറയുന്നത് എന്താണെന്ന് അവൻ പറയുന്നതിന് മുമ്പേ എനിക്കറിയാം. അപ്പൊ എനിക്ക് അതിന്റെ കൗണ്ടർ സാധനങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ്. ഞാൻ എന്റേത് മാത്രമല്ല പറയുന്നത്, മറ്റേവൻ്റെതാണ്. എന്റേത് എനിക്കറിയാം. നമുക്ക് നാച്ചുറൽ അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ പെട്ടെന്നൊരു സാധനം കാണുമ്പോൾ ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നൊരു തോന്നലുണ്ടാവുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ശരിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പക്ഷം എടുക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഓൾറെഡി ഒരു നല്ല ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെതിരെ വരുന്ന ആരോപണങ്ങളാണ്. അപ്പം ഞാൻ അത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് അവരെ പ്രിയംപ്റ്റ് ചെയ്യുന്ന പോലെയാണ്. അവരെന്താണ് പറയാൻ പോകുന്നത്, അവരെന്തൊക്കെ ചോദ്യം നമ്മളോട് ചോദിക്കുന്ന നമ്മൾ അവരെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്നതിലും ഒന്നായി പോകാറുന്നല്ലേ. ഇന്ന് ഇതിൽ വരുന്ന സമയത്ത് വരെ ഞാൻ ഓർക്കും, അനുചേച്ചി എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുക. വിചാരിച്ചതൊന്നും അല്ലല്ലോ ചോദിച്ചത്, പൊട്ട ചോദ്യങ്ങളല്ലേ ചോദിച്ചത്. പക്ഷെ ഞങ്ങള് ഈ കുഞ്ഞു വീട്ടമ്മമാർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഞാൻ ശരിക്കും വിചാരിച്ചു സാറ് ഇങ്ങനെ ഭയങ്കര ബുദ്ധിയൊക്കെ വരുന്നത് ഭയങ്കര ഫുഡിൽ ഡയറ്റൊക്കെ നോക്കി, അത് ധന്യയുടെ ഫേസ് പോയി നോക്കിയേ എങ്ങോട്ടൊക്കെയോ പോയി. കപ്പയും മീൻകറിയും വെച്ച് നോക്ക് മുന്നില്. ഭയങ്കര ആ സാധനത്തിനെ പറ്റി പറയവേ വേണ്ട. നമ്മള് രാത്രി ഒരു ഡ്രൈവിന് പോകാന്ന് വിചാരിച്ചു. അച്ഛന്റെ മനസ്സിൽ എപ്പോ കപ്പ മീനെന്ന് കയറി വന്നാലും, മീൻ എന്തോ വേണമെങ്കിലും അവൻ കറിയോ ഫ്രൈയോ എന്തോ ആ മനസ്സിൽ കയറി വന്നാൽ അത് കിട്ടാതെ അടങ്ങത്തില്ല. എന്നാ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ ഇപ്പം ഇങ്ങനെ ഈ ഭയങ്കര ഡിബേറ്റിനും എല്ലാവരുടെ അടുത്തും എഗേൻസ്റ്റ് സംസാരിക്കാൻ പോലെ ചുമ്മാ പൊട്ടയാ ചോദിക്കുന്നത്? അച്ഛന്റെ മുമ്പിൽ കപ്പയും മീൻകറിയും വെച്ചിട്ട് പറയാനെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയാതിരിക്കോ? ഇല്ലല്ലോ. കഴിക്കും, പക്ഷെ പറയുകയും ചെയ്യും. പറയേണ്ടത് പറയുകയും ചെയ്യും. വെരി ഗുഡ്. ഷീ സോ കോൺഫിഡന്റ് ഇൻ യു അല്ലേ? എന്താണ് മോക്ക് കൊടുക്കുന്ന ഒരു ഗുഡ് അഡ്വൈസ്? അങ്ങനെയില്ല. ഞാൻ അവളോട് ചെറുപ്പം മുതലേ പറഞ്ഞിട്ടുള്ളത്, എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും പറയണം. അവൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് അവൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ മോളെ ഇന്നത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യും എന്ന് അവൾ പറയും. അവൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം പറയും. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ മുന്നിലാണെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക, അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക. അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. മോക്ക് എന്താ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ധന്യക്ക്? അവൾക്ക് എന്താ ഒരു ടാലന്റ് എക്സ്ട്രാ ഉണ്ട്? പാടും. നല്ല മ്യൂസിക് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഒരു പാട്ട് തന്നിട്ട് പോയാ മതി. മൂക്കൊക്കെ അടഞ്ഞിരിക്കാൻ സാരമില്ല, ഞങ്ങള് കുഴപ്പമൊന്നുമില്ല. ഞങ്ങക്ക് കുഞ്ഞു പിള്ളേർ പാടുന്നൊക്കെ ഇഷ്ടം. ഏത് പാട്ട് വേണമെങ്കിലും പാടാം. പിന്നെ ഏതും. ഇവിടെ എല്ലാം ഭയങ്കര സ്വാതന്ത്ര്യ. സിദ്ധി വിനായകം അനീശം ചിന്തയാമ്യഹം സിദ്ധി വിനായകം
अनीशं चिन्तया व्यहं सिद्धिविनायकम् अनीशं चिन्तया व्यहं प्रसिद्धगणनायकं विशिष्टार्थदायकं वरं सिद्धिविनायकं अनीशम्. ഭയങ്കര രസമുണ്ട് കേട്ടോ. നിർത്താൻ പറയാൻ തോന്നുന്നില്ല. കൊച്ചെന്നെ നോക്കി മതിയോ ചോദിച്ചപ്പോഴാണ് ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞേ. പക്ഷെ ഒരു കച്ചേരി കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം. ഇത് ഫുൾ ആയില്ലെങ്കിലും 2 വരിയാണെങ്കിലും ഇവിടെ ആന്റിക്ക് ടൈമില്ലല്ലോ. പക്ഷെ നമ്മൾ കാര്യമായിട്ട് പിന്നെ കേൾക്കും കേട്ടോ. Annie's Kitchen. Let's cook with love.